എന്നും നല്ലവൻ യേശുവെന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും, ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും. സാരമില്ലെന്നോതിടും താൻ മാർവിലെന്നെ ചേർത്തിടും, സാരമില്ലെന്നോതിടും തൻ മാർവിലെന്നെ ചേർത്തിടും. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ അളവ് കൂടാതെ നിത്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പസമയം ഇറങ്ങി ഉണരുവാനും കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനും ഒരു നല്ല ദിവസം കൂടെ ദാനമായി തന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും ഭക്ഷണവും വസ്ത്രവും എല്ലാം ഞങ്ങൾക്ക് അവിടുത്തെ പക്കല ദാനമായി തന്ന് ഞങ്ങളെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സമാധാനത്തിലും ദൈവകൃപയിലുമായിരിക്കാൻ ഇടയാക്കണമേ. അങ്ങയുടെ ഇഷ്ടം ചെയ്യുന്ന പകൽക്കാലമാക്കി തീർക്കണമേ. പാപം കൂടാതെ ജീവിപ്പാൻ സഹായിക്കണമേ കർത്താവേ. ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും തിരുമുൻപാകെ സമർപ്പിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച എല്ലാ മക്കളെയും ഏൽപ്പിക്കുന്നു. ഈ പ്രാർത്ഥനാ കുടുംബത്തിലുള്ള എല്ലാ മക്കളെയും ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ വിഷയത്തെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കൊക്കെ മറുപടിയുണ്ട്. കർത്താവ് നല്ലവനാ, വലിയവനാ. ദൈവം ഞങ്ങളുടെ സങ്കേതവും ബലവും ആ കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുകയാൽ ഞങ്ങളുടെ കഷ്ടങ്ങളിലെല്ലാം കൂടെ നിന്ന് ഞങ്ങളെ സഹായിക്കുന്ന ഒരു നല്ല കർത്താവ് ഞങ്ങൾക്കുള്ളതാർക്ക് സ്തോത്രം. കർത്താവ് ഞങ്ങളുടെ കുടുംബത്തെ എത്ര കാര്യങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളി, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി, കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ, കൊച്ചു തലമുറകൾ, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങൾ പാർക്കുന്ന ഭവനം, എൻ്റെ കർത്താവ് ഞങ്ങളുടെ ഉപജീവന മാർഗ്ഗമെല്ലാം തമ്പുരാൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. ഇന്ന് വരെ അത്ഭുത അതിശയമായി ഞങ്ങളെ നടത്തി വീണ്ടും ഞങ്ങളെ നടത്തുന്നതെയും അവിടുന്ന് ബലമുള്ള കാര്യങ്ങളിൽ ഞങ്ങളെ സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെയെല്ലാം അനുഗ്രഹിക്കണമേ. അവരുടെ വിദ്യാഭ്യാസം ഏറ്റവും ശ്രേഷ്ഠകരമായി തീരുവാൻ ഇടയാക്കണമേ. ദൈവത്തോട് ചേർന്ന് നടക്കുന്ന കുഞ്ഞുങ്ങളായി തീരുവാൻ സഹായിക്കണം. ശത്രു കാണാതെ മറയ്ക്കണം. വിദേശ രാജ്യത്ത് കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യണം. ഏറ്റവും ശ്രേഷ്ഠകരമായ നിലവാരത്തിൽ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന വഴിവാതിൽ തുറന്നു കൊടുത്ത് തടസ്സം മുടക്കം മാറ്റി സ്വർഗ്ഗം അവരെ മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഹല്ലേലൂയ. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്നവർ, ഡിഗ്രിക്ക് പഠിക്കുന്നവർ, മറ്റു വിവിധ കോഴ്സുകളിലായിരിക്കുന്നവർ, BSc നഴ്സിങ്ങിനും എഞ്ചിനീയറിങ്ങിനും മെഡിസിനും പഠിക്കുന്ന മക്കൾ, മെട്രിക് പരീക്ഷയ്ക്കും ഹാർഡിൻ്റെ പരീക്ഷയ്ക്കും തയ്യാറെടുക്കുന്നവർ, ദൈവമായ കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവെ, എല്ലാവരെയും തിരുമുൻപാകെ ഏൽപ്പിക്കുന്നു. സ്വർഗം മാനിക്കും. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ജയം നൽകും, വഴികളെ തുറക്കും. ദൈവമായ കർത്താവെ, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളോടും കരുണ കാണിക്കണേ. അത്ഭുതവും ജയമായി അവരെ നടത്തണമേ. സ്വർഗം വേണ്ടുന്ന വഴിവാതിൽ തുറക്കണമേ. ഉപജീവനമാർഗം അപ്പാ ചോദിക്കുന്നത് എൻ്റെ കുഞ്ഞുങ്ങളോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണം. ഏറിയ പ്രതിഫലം കൊടുത്ത് മാനിക്കണം. സമാധാനത്തിലായിരിക്കാൻ ഇടയാക്കണം. കടഭാരമുള്ള മക്കളെ സമർപ്പിക്കുന്നപ്പോൾ അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കണമേ. ഭവനമില്ലാത്ത മക്കൾക്ക് ഭവനം നൽകി അനുഗ്രഹിക്കണമേ. ഭവനം പണിയുന്ന മക്കളെ കാത്തോണേ. എൻ്റെ കർത്താവ് അത് പൂർത്തീകരിച്ച് പാർക്കാൻ ഭാഗ്യമൊരുക്കണമേ. അടിസ്ഥാനമിട്ട ഭവനങ്ങളുണ്ട് കർത്താവേ. എൻ്റെ സ്വർഗം കെട്ടിപ്പൊക്കണമേ. വാസയോഗ്യമാക്കി തീർക്കണമേ. സ്വർഗത്തിലെ കലവറ തുറക്കണമേ. എൻ്റെ കർത്താവിൻ്റെ കൃപ അവിടെ ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ, വേർപാണ്ട് ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളെയൊക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അലമുറയിട്ട് കരയുന്ന ജീവിതങ്ങളുടെ നടുവിലാണ് സ്വർഗത്തിലെ അപ്പൻ ഇറങ്ങണം. ഹൃദയവേദനയ്ക്ക് ആ കർത്താവ് ശമനം വരുത്തണം. പ്രതീക്ഷയോടും പ്രത്യാശയോടും മുൻപോട്ട് ജീവിപ്പാൻ ഇടയാക്കണം. കർത്താവ്, ഈ ആപത്തുകൾ അപകടങ്ങളെ കൊണ്ട് നിറഞ്ഞ ലോകത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. എങ്ങും ഒരു സ്വസ്ഥതയും സമാധാനവും ഇല്ലപ്പാ. നെടുവീർപ്പും കണ്ണുനീരുമല്ല, അതൊന്നുമില്ല കർത്താവ്. കർത്താവ്, സ്വർഗം ഇറങ്ങണമേ, സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, ഈ സമയം രോഗികളായി ഭാരപ്പെടുന്നവരെയും ഏൽപ്പിക്കുന്ന ആശുപത്രി മുറികളിലും ഭവനങ്ങളിലും കിടക്കകളായിരിക്കുന്നവർ, ICUലും CCലും വെന്റിലേറ്ററിലും കിടക്കുന്നവർ, ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവർ, ഓപ്പറേഷനായി തയ്യാറെടുക്കുന്ന മക്കൾ, ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ, കർത്താവ്, തലയ്ക്കകത്ത് വേദനയാൽ ഭാരമുള്ളവർ, ഉദരസംബന്ധമായ പല രോഗങ്ങളുള്ളവർ, ഫിക്സ് രോഗത്താൽ ഭാരപ്പെടുന്നവർ, ശരീരമാസകലം അതിവേദനയും നീർക്കെട്ടുമുള്ളവർ, ഉറക്കമില്ലാത്ത ജീവിതങ്ങൾ, ഹല്ലേലൂയ കർത്താവേ. കർത്താവെ, കൈകാൾക്ക് ചലനമില്ലാത്തൊരു വീൽ ചെയറിലും കിടക്കയിലുമായിരിക്കുന്നവർ, കാഴ്ചയില്ലാത്തൊരു, കേൾവിയില്ലാത്തൊരു, ഓർമ്മയില്ലാത്തൊരു, ബുദ്ധിയില്ലാത്തൊരു, അപ്പാ,
നിൻ്റെ പൊന്നുകാരം ചലിപ്പിക്കണമേ, മനസ്സറിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബ്ലീഡിങ്ങിനാൽ ഭാരമുള്ള ജീവിതങ്ങൾ, ഹാലലൂയ. മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയും ഉള്ളവർ, ഹാലലൂയ കർത്താവ്. പെടലിയുടെ വേദനയാൽ ഭാരമുള്ളവർ, യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവർ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, ദൈവമായ കർത്താവേ, തൈറോയ്ഡ് ഉള്ളവർ, ആസ്മയുള്ളവർ, അലർജി ഉള്ളവർ, ത്വക്ക് പല രോഗങ്ങളുള്ളവർ, ആമേൻ. വിവിധ ഭാരങ്ങളും രോഗങ്ങളും കഷ്ടങ്ങളും വേദനകളും അനുഭവിക്കുന്ന ജീവിതങ്ങളെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. രോഗിക്ക് വൈദ്യനുണ്ട്, രോഗം നീക്കുന്ന മരുന്നുണ്ട്. അതിൻ്റെ കർത്താവ് ഹാലരാകയാൽ കാൽവരി രക്ത കോട്ടക്കുള്ളിൽ എല്ലാവരെയും മറയ്ക്കണം. യേശുവിൻ്റെ നാമത്തിൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ഒരു തുള്ളി രക്തം ഓരോ മക്കളെയും കുത്തിവെച്ച് സകല രോഗാണുവിനെയും നിർജീവമാക്കി സൗഖ്യമുള്ളവരായി സാക്ഷ്യമുള്ളവരായി തീരുവാൻ തക്കണം ദൈവമിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവെ, ഈ സമയം പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളെ ഓർക്കുന്നു. ഹാലലൂയ കർത്താവെ, കുടുംബജീവിതത്തിൽ പ്രവേശിച്ച മക്കളെ ഓർക്കുന്നു. പുതുവർഷക്കാലം നന്മയെ അനുഗ്രഹം കൊടുത്ത് മാനിച്ചു കൊള്ളണമേ. വിവാഹപ്രായമായ ആണും പെണ്ണുമായ മക്കളുണ്ട്. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുണ്ട്. എൻ്റെ കർത്താവെ, ശ്രേഷ്ഠകരമായി തൻ്റെ കുഞ്ഞുങ്ങളെ നടത്തണം. അനുയോജ്യമായ വിവാഹം നടക്കണം. സന്തോഷമുള്ള കുടുംബജീവിതം നയിക്കണം. ദൈവം അവരെ കാത്തുകൊള്ളുമാറാകണം. ദൈവമായ കർത്താവെ, സ്തോത്രം സ്തോത്രം സ്തോത്രം. തക്ക തുണയെ കാണിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരുണ്ടപ്പ, അവർക്ക് തലമുറയെ കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഗർഭിണികളായിരിക്കുന്ന കുഞ്ഞുങ്ങളെ കാത്തോണേ. മാസം ദൈവോളം കൂടി ഇരുന്ന് സഹായിച്ചാട്ട് കർത്താവെ. എൻ്റെ ദൈവമായ കർത്താവെ, ഈ സമയം ഹാലലുയ എല്ലാ പ്രാർത്ഥനാ വിഷയം തിരുമുൻപാകെ ഏൽപ്പിക്കുന്നപ്പാ. ഞങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും പൂർണ്ണമായും ക്രിസ്തുവേശുവിൽ തീർത്തു തരാമെന്ന് പറഞ്ഞ അപ്പച്ചനാണ് ഞങ്ങൾക്ക് കൂടെയുള്ളത്. എൻ്റെ സ്വർഗ്ഗം നിശ്ചയമായും മാനിക്കും. ഹാലലുയ ഹാലലുയ. കർത്താവിൻ്റെ മുഖം നോക്കുന്ന ഒരു മക്കളും ഒരു നാൾ ലജിച്ച് പോകാൻ അവിടെ നിന്ന് സമ്മതിക്കുന്ന ദൈവമല്ല. മനസ്സലിവും കരുണയുമുള്ള ദൈവമേ, ഓരോ ജീവിതങ്ങളോടും കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഈ സമയം ഹാലലുയ ഞങ്ങളുടെ ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു. അനാഥരെയും വിധവകളെയും ഏൽപ്പിക്കുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ സമർപ്പിക്കുന്നു. സ്വർഗ്ഗം എല്ലാവരെയും സംരക്ഷിച്ച് സഹായിക്കണം. യുവാക്കന്മാരെ കാത്തോണം. ഞങ്ങളുടെ പൈതങ്ങളെ വളർത്തിത്തരണം. ദൈവമായ കർത്താവെ, നിൻ്റെ കൃപയിൽ എല്ലാവരും ആയിരിക്കാൻ ഇടയാക്കണം. സുവിശേഷ വേലകളെയും വേലക്കാരെയും അനുഗ്രഹിച്ചാട്ട്, ഞങ്ങളുടെ ഭരണകർത്താക്കളെ അനുഗ്രഹിച്ചാട്ട്, എൻ്റെ കർത്താവെ, എല്ലാ അനീതിയും ഹാലലുയ ഈ ലോകത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. മദ്യത്തിൽ മയക്കുമരുന്നിനും കഴിയുന്നവരെ, സ്വസ്ഥതയില്ലാതെ തലമുറയിട്ട് കരയുന്ന ജീവിതങ്ങൾ, മാതാപിതാക്കൾ, സഹോദരിമാർ, കുഞ്ഞുങ്ങൾ, ഈ മദ്യപാനികൾ, ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നവർ, കർത്താവെ, അവരുടെ ബുദ്ധിമണ്ഡലത്തെ മുഴുവനും നശിപ്പിച്ചുകൊണ്ട് ഭവനത്തിൽ സ്വസ്ഥതയില്ലാതെ, സമാധാനമില്ലാതെ, ഹാലലുയ കർത്താവെ, ഭീതിയോടും ഭാരത്തോടും കഴിഞ്ഞുകൂടുന്ന ജീവിതങ്ങളോട് കരുണ കാണിക്കണം. ഒരു വലിയ മാനസാന്തരം ഓരോ മദ്യപാനികൾക്കും സ്വർഗം നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. നിശ്ചയമായി നീ മാനിക്കും, കരുണ കാണിക്കും, വിടുതലയക്കും. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്ന കർത്താവെ, മനസ്സലിയണേ അപ്പ, മനസ്സലിയണമേ, കരുണ തോന്നണമേ. എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഓരോ ജീവിതങ്ങൾക്കും കൊടുത്ത് കർത്താവ് കാത്തോണേ. അടിയൻ മറന്നാലും മറക്കാത്ത ദൈവം ഓരോ മക്കളെയും അറിഞ്ഞവരുടെ പ്രാർത്ഥനാ വിഷയത്തിന്മേൽ ഇറങ്ങി പ്രവർത്തിച്ച് സമാധാനത്തിൽ സൂക്ഷിച്ചാട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. സ്തോത്രം.